ഹലോ. ഈ നട്ടപ്പര വെയിലത്ത് ഞാൻ പോകുന്നത് ജിമ്മിലേക്കാണ്. ഈ ടൈമിലൊന്നും ഞാൻ സാധാരണ എഴുന്നേൽക്കാറ് പോലുമില്ല. പക്ഷേ എനിക്ക് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജിമ്മിൽ പോയി വരുന്ന വഴിക്ക് ഫ്ലവർ ഷോപ്പിൽ കയറി. ആദ്യം ഞാൻ കുറച്ച് റോസായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്കൊരു ബുദ്ധി തോന്നി, അബിയുടെ ഏജിൻ്റെ അത്രയും റോസ് പൂക്കൾ കൊടുക്കാം, അബിക്ക് ഇഷ്ടമാവും റോസസ്. അങ്ങനെ പ്ലാൻ ചെയ്ത് ആ ചേട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എല്ലാം കൂടെ കയ്യിൽ കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. പെട്ടെന്ന് റെഡി ആവണം, കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 hour-ആയി. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എല്ലാം സെറ്റാവോ. പോകുന്ന വഴിക്കാണ് ഞാൻ അബീനെ വിളിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, ആ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം പറഞ്ഞു കൊടുത്ത് അബി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അബി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും 2 പ്രാവശ്യം ആൾക്ക് പാർക്കിംഗ് കിട്ടാതെ ഞങ്ങൾ 2 റൗണ്ട് അടിച്ചു. അവസാനം ഞങ്ങൾ ദുബായ് മോളിലേക്ക് എൻ്ററായി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് അധികം ടെൻഷനായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ടെൻസ്ഡായിരുന്നു. അയ്യോ ഓക്കെ കറക്റ്റ് ആവോ, എല്ലാം അബി സർപ്രൈസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നില്ല ആ ടൈമിൽ. അങ്ങനെ ആ ടെൻഷൻ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഡോർസാണ് റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അബീനെ കോൾ ചെയ്തപ്പോഴേക്കും അബി വന്നു. അബിയുടെ മൈൻഡിലെത്തി ഇതെന്താ ഇവിടെ കയറിയിരിക്കുന്നതെന്നാണ്. പിന്നെ ഫ്ലവർ കണ്ടെന്ന് തോന്നുന്നു. ആഹാ കൊള്ളാലോ, അങ്ങനെ ആയിരിക്കും ഇപ്പം അബിയുടെ മനസ്സിലായി. അങ്ങനെ ഞാൻ ഫ്ലവർ കൊടുത്തു, അബിനെ വിഷ് ചെയ്തു. അബി പറഞ്ഞു ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നാട്ടെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് പ്ലാനിലിരിക്കുന്ന സമയത്ത് അവർ സർപ്രൈസായിട്ട് കേക്ക് കൊടുന്നു. ഇതൊന്നും അബിക്കറിയില്ലായിരുന്നു. അബി വീണ്ടും പറഞ്ഞത് എന്താണിത് എന്ന് ചോദിച്ച് നോക്കുന്ന എക്സ്പ്രഷൻ അപ്പം കണ്ടേ. തൊട്ടടുത്തുള്ള ടേബിളിലുള്ള അവിടുത്തെ ആൾക്കാരാണെങ്കിലും അടിപൊളിയായിട്ട് വിഷൊക്കെ ചെയ്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം ഈ ടൈമിൽ അബിയുടെ ഫോട്ടോ അവിടെ ഡിസ്പ്ലേ ചെയ്യും, അതാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അബി കണ്ടപ്പോൾ ഇതെന്താണിത്, ആ ഒരു മൈൻഡാ കണ്ട. അങ്ങനെ ഞാൻ അബിയോട് പറഞ്ഞു അവിടെ പോയി ജസ്റ്റ് നോക്കിക്കോ, അബിയുടെ ഫോട്ടോ തന്നെയാന്ന് പറഞ്ഞപ്പോൾ ആണോ മനസ്സിലായില്ല എന്നുള്ളൊരു കുറച്ച് കോമഡിയൊക്കെ അവിടെ നടന്നു. അങ്ങനെ അബീനെയും ഫോട്ടോ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കേക്കൊക്കെ കട്ടുള്ള പ്ലാന അങ്ങനെ ഊതി കേക്കൊക്കെ കട്ട് ചെയ്ത്. അടിപൊളി കേക്കാണ്. കേക്കിൻ്റെ ഉള്ളിൽ പിസ്താഷ്യോൻ്റെ ഫില്ലിങ് ആണുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ കഴിച്ചില്ല, ഞങ്ങൾ പാഴ്സൽ ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ അബി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ അബിനെ വിഷ് ചെയ്ത് അടിപൊളിയായിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും കൂടെ ഗിഫ്റ്റൊക്കെ അബിക്ക് കൊടുത്തു. എല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് അബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അബി എല്ലാവർക്കും സെർവ് ചെയ്തൊക്കെ കൊടുത്തട്ടോ. നൈസ്. അങ്ങനെ ഇവർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ടൈമിൽ അവർ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ. അത് കഴിഞ്ഞ് അബി കൗണ്ട് ചെയ്യുകയാണ് റോസാപ്പൂ കറക്റ്റ് ഉണ്ടോ. കൗണ്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഫുള്ള് എണ്ണി. ഞാൻ ഫുള്ള് എണ്ണുന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ ഫുള്ള് എണ്ണി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ പട്ടി ഷോ ആണിത്, കുറച്ച് പട്ടി ഷോ വേണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോവാണ്. റിട്ടേൺ പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ കുറേ കോമഡിയും തള്ളൊക്കെ പറഞ്ഞ് അടിപൊളി ഡേ ആയിരുന്നു അന്ന്. ഇതെനിക്കറിയില്ല ഇതെന്താ സംഭവം. പിന്നെ അബി ഹാപ്പി ആയെന്ന് പറയുന്നതാണ്. ആ ഫ്ലവർ അബി കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല, അബി അങ്ങനെ തന്നെ വെച്ച്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഗൈസ്.